കള്ളാട് നിവാസികളുടെ 50 വർഷത്തെ കാത്തിരിപ്പിന് സാഫല്യമേകി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. കീരമ്പാറ പഞ്ചായത്ത് 11-ാം വാർഡിൽ പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫാം റോഡ് നാടിന് സമർപ്പിച്ചു. ഒരു നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ ജനപ്രതിനിധികളെല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുകയും ആ പ്രദേശവാസികളുടെ വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് ഈ റോഡിന്റെ കൂടി യാഥാർത്ഥ്യമാക്കാനുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ സഹകരണത്തോടുകൂടി ആ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കീരമ്പാറ ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏവർക്കും പരിശോധിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ജോമി തെക്കേക്കരയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പട്ടികജാതി കോളനികളുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീരമ്പാറ ഡിവിഷനിൽ നിരവധിയായ പട്ടികജാതി കോളനികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ള ക്ഷാമമുള്ള ഈ ഗ്രാമപഞ്ചായത്തിൽ നിരവധി കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഗ്രാമീണ റോഡുകൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കീരമ്പാറ പഞ്ചായത്ത് 11-ാം വാർഡിൽ പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് മുൻമന്ത്രി ടി.യു. കുരുവിള തുടക്കം കുറിച്ച ഫാം റോഡാണ് ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത്. കള്ളാട് അയ്യപ്പൻമുടി നിവാസികൾക്ക് എളുപ്പത്തിൽ കീരമ്പാറ ടൗണിൽ എത്തിച്ചേരുന്നതിനും വിശാലമായ കൃഷിയിടങ്ങളിലെ കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വാഹനങ്ങളിൽ എത്തിക്കുന്നതിനും ഏക ആശ്രയമാണ് ഈ ഫാം റോഡ്. 6 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കൈവരികൾ സ്ഥാപിച്ച് മനോഹരവും സുരക്ഷിതവുമാക്കിയ കീരമ്പാറ കള്ളാട് റോഡ് നാട്ടുകാർ ഏറ്റെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാനി, റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ, ടി.കെ. കുഞ്ഞുമോൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജോ ആന്റണി, മഞ്ജു സാബു, മാമച്ചൻ ജോസഫ്, വി.കെ. വർഗീസ്, ബേസിൽ ബേബി, ലിസി ജോസഫ്, ഷാൻഡി ജോസ്, ആന്റണി ഓലിയപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.